ഈ പറയപ്പെട്ട കൂട്ടുകാർക്ക്, ഈ പറയപ്പെട്ട സ്നേഹിതന്മാർക്ക് ഏത് വരെയാണ് നമ്മുടെ കൂടെ വരാൻ കഴിയുക എന്നറിയുമോ? പ്രിയപ്പെട്ട മുഅ്മിനീൻ, ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹിനെ പിടിച്ചെടുത്താൽ, മഹാനായ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹിസ്സലാം നമ്മുടെ റൂഹിനെ പിടിച്ചെടുത്താൽ ഒന്നിനും കഴിയാതെ നിസ്സാരായിക്കൊണ്ടെന്റെ പ്രിയപ്പെട്ടവരെ നാം ഒരു ഭാഗത്ത് കിടക്കുകയാണ്. നമ്മുടെ തലയിൽ നിന്ന് റൂഹ് പോയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ്? സഹോദരങ്ങളെ, സഹോദരിമാരെ, അതാ നമ്മുടെ വീടിന്റെ അകത്ത് വിശാലമായ ഒരു റൂമിന് ഒരു പടിയിൽ നമ്മുടെ മയ്യത്ത് കിടക്കുകയാണ്. അയ്യത്തിന്റെ ചുറ്റുപാടുന്ന സ്നേഹിച്ച മാതാപിതാക്കളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, നമ്മൾ ചേരുവെടുത്ത് ആരോപിച്ച് വളർത്തിയ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ അയൽവാസികളുണ്ട്, നമ്മുടെ ബന്ധുക്കാരുണ്ട്, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെല്ലാവരും നമ്മുടെ മയ്യത്തിന്റെ ചുറ്റുപാടും നമ്മുടെ വേർപാടിന്റെ നമ്പരവുമായി കൊണ്ടവർ നിൽക്കുകയാണ്. എത്രമാത്രം സ്നേഹബദ്ധമായിരുന്നു നമ്മൾ തമ്മിലുണ്ടായിരുന്നത്. അമിതാ ഒന്നിനും കഴിയാതെ നമ്മുടെ വീടിന്റെ അകത്ത് വിശാലമായ റൂമിന് ആ കട്ടിലിൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ആ കിടത്ത നമ്മെ കൂടുതൽ കിടത്തൂലല്ല പ്രിയപ്പെട്ടവരെ. ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയ വീടാണ്. ഈ വാപ്പാന ഈ വീട്ടിൽ നിന്നിറക്കി കൊണ്ടുപോയിട്ട് പള്ളിക്കാട്ടിലെ കാട് പിടിച്ചു കിടക്കുന്ന കബറിടത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്യാൻ പാടില്ല. ഈ വാപ്പ ഉണ്ടാക്കിയ വീടാണ്, കോടിക്കണക്കിന് രൂപ മുടക്കി ഉണ്ടാക്കിയ വീടാണ്. അതുകൊണ്ട് വാപ്പാന് ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ ഈ വീട് പൊളിഞ്ഞു പോകുന്നത് വരെ ഈ വീടിന്റെ ഒരു റൂമിൽ കിടക്കാണെന്ന് കരുതി ഏതെങ്കിലും ഒരു മയ്യത്ത് അങ്ങനെ കിടത്തിയതായിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ട്? നിങ്ങളെ കഴിയുന്ന നിങ്ങള് നേരത്തെ ഒരു നേരം കൂടുമ്പോഴേക്ക് അശക്തമായ ദുർഗന്ധം വമിക്കാൻ അതാ തുടങ്ങിയേക്കും. അതുകൊണ്ട് ഒറ്റ മയ്യത്തും ദീർഘകാലം പ്രിയപ്പെട്ടവരെ ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത രൂപത്തിൽ കിടത്താൻ കഴിയില്ല.